ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ശേഷം മെറ്റീരിയൽസ് ഇറക്കിയാൽ മതി. ഓക്കെ. ഹലോ, ഇങ്ങനെ കിടന്നാ മതിയോ? ഓഫീസിൽ പോകാൻ ഉദ്ദേശമൊന്നുമില്ലേ? ദേ, ഇങ്ങനെ കിടക്കാതെ എഴുന്നേറ്റ് എഴുന്നേക്ക്. ദാ, ഈ ചായ കുടിച്ചേ. എന്നിട്ട് വേഗം പോയി റെഡിയായി ഓഫീസിൽ പോകാൻ നോക്ക്. എന്തിന്? ആ, അതും കൊള്ളാം. ഒരു സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് കരുതി അതോടെ എല്ലാം അങ്ങ് അവസാനിച്ചു എന്നാണോ? അടുത്ത വഴി നോക്കണ്ടേ നമുക്ക്? ഒരു വഴിയില്ലെന്ന് തീനി. ഓർഡർ ചെയ്ത സിമെന്റും മണലും കമ്പിയൊക്കെ എപ്പോൾ ഇറക്കണം എന്ന് ചോദിച്ച് ഏജന്റുമാരെ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. കുറേ എഞ്ചിനീയേഴ്സിനെയും സൂപ്പർവൈസേഴ്സിനും ഒക്കെ നിയമിച്ചിട്ടുമുണ്ട്. അവരെപ്പോൾ വരണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ റിപ്പോർട്ട് കൂടി ബാങ്കിൽ കൊടുക്കണം. അതിൻ്റെ കാര്യം ചോദിച്ച് മാനേജറും വിളിക്കുന്നുണ്ട്. ഓരോരുത്തരോടും മറുപടി പറഞ്ഞ് മടുത്തു. അതുകൊണ്ട് ദേ, ഫോൺ പോലും ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. ഓഫീസിൽ പോയാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്കും മാനേജർക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. അതിനപ്പുറം ഒന്നുമില്ല. ഞാൻ സ്വപ്നം കണ്ടെൻ്റെ പ്രോജക്റ്റ് കൈവിട്ടു പോകുന്നുള്ള പേടിയാ നിധി എനിക്കിപ്പോ. എന്നെ തകർത്തുവെന്ന സന്തോഷത്തിൽ ശിവാനിയും CKCയും കൂടി നടത്തിയ ആഘോഷ ചിരിയുണ്ട്. അതാണിപ്പോൾ എൻ്റെ മനസ്സ് നിറയെ. CKC ഗൗതമിന്റെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ. നമ്മുടെ കൊട്ടേഷൻ പോലും തട്ടിയെടുത്തിട്ടുള്ള ആളാണ് ഈ CKC. അന്നൊന്നും ഇല്ലാത്തൊരു തളർച്ച ഇപ്പൊ ഗൗതമിന് എവിടെ നിന്ന് വന്നു? ഒരു ചതിയൻ എന്തെങ്കിലും ചെയ്യുമ്പോ അതിൽ പേടിച്ചിങ്ങനെ തളർന്നിരിക്കുന്നതാണ് അബദ്ധം. അയാൾ ഉന്നം വെച്ചത് ഇത്രയേ ഉള്ളൂ: ഗൗതമിനെ തളർത്തണം. ഗൗതം മാനസികമായി തളരണം. അതോടെ എല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും. അയാൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഗൗതം പോകുന്നു എന്ന് കാണുന്നതാണ് എന്റെ സങ്കടം. നമുക്ക് നമ്മുടേതായ വഴികളുണ്ട് ഗൗതം. അതല്ലാതെ CKC ചെയ്തതോർത്ത് തളർന്നിരുന്ന നമുക്ക് പിന്നെ ഒരിക്കലും മുന്നേറാനാവില്ല. ഞാൻ എന്തിനാ നിധി പറയുന്നത്? എനിക്ക് സോയിൽ ടെസ്റ്റിനെ കുറിച്ചോ കൺസ്ട്രക്ഷനെ കുറിച്ചോ ഒന്നും അറിയില്ല. പക്ഷേ ഗോപാലകൃഷ്ണൻ സാർ ഒരു ദിവസം പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ആ പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നതാണെന്ന് സാർ പറഞ്ഞില്ലേ? ഗൗതമിന് ഓർമ്മയില്ലേ അത്? അതെ, സാറെന്നങ്ങനെ പറഞ്ഞായിരുന്നു. ഗോപാലകൃഷ്ണൻ സാറ് ഇതേ പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ തുടങ്ങാനിരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കൽ ആ ഭൂമിക്ക് സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നല്ലേ? ആ, അതെ. അതിനർത്ഥം അവിടെ ഒരു ബിൽഡിംഗ് പണിയുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് തന്നെയല്ലേ? അതെനിക്കും അറിയാം. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മണ്ണ് ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. ഇതാ CKC ആ ഓഫീസർക്ക് കൈക്കൂലി കൊടുത്ത് പറയിക്കുന്നല്ലേ? അപ്പൊ സത്യം എന്താണെന്ന് ഗൗതമിന് അറിയാമെങ്കിൽ എന്തിന് CKC ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കണം? എന്റെ മനസ്സ് പറയുന്നു, ഗോപാലകൃഷ്ണൻ സാറിന്റെ കയ്യിൽ ആ പ്രോപ്പർട്ടിയുടെ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് കാണും. ഒരിക്കൽ ഓൾറെഡി അപ്രൂവ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല ഗൗതം. ഗൗതം എന്താ ആലോചിക്കുന്നത്? നീ പറഞ്ഞതൊരു വഴിയാ. ഒരിക്കൽ അതേ പ്ലോട്ടിന് അപ്രൂവൽ കിട്ടിയതാണെങ്കിൽ അത് വെച്ച് നമുക്ക് ചോദ്യം ചെയ്യാനാവൂ. വളരെ നിസ്സാരമായ ഒരു വഴി നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുകയല്ലേ ഗൗതം. എങ്കിലിനി വെച്ച് താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ നമ്മൾ പോയി ഗോപാലകൃഷ്ണൻ സാറിനെ കാണുന്നു. ഈ ചായ ഇങ്ങോട്ട് കുടിച്ചേ. ഇത് തണുത്തു. ആ, തണുക്കുന്നത് ഒരു വെച്ചോണ്ടിരുന്നിട്ടല്ലേ? ഇനിതാ, ഞാൻ ചൂടാക്കി കൊണ്ടുതരാം. നല്ല ചൂടായിട്ട് തന്നെ നിൽക്കണം എന്റെ ഗൗതം.
എൻ്റെ ആ പ്ലോട്ട് കൺസ്ട്രക്ഷന് യോഗ്യതയല്ലാന്ന് ഏതെങ്കിലും ഒരു ഓഫീസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ റിപ്പോർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതേ പ്ലോട്ടിൽ ഒരു 16 നില ബിൽഡിങ്ങിന് വേണ്ടി ഞാൻ ഓൾറെഡി അപ്രൂവൽ എടുത്തതല്ലേ. അന്ന് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ഉൾപ്പെടെ മോയ്സ്ചർ ലിഫ്റ്റ് ടെസ്റ്റും pH ടെസ്റ്റും എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുള്ളതാണ്. പിന്നെ എന്താ സാർ പ്രോജക്റ്റ് നടക്കാൻ പോയത്? അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് കൊറോണ സ്പ്രെഡ് ആയത്. എല്ലാം കഴിഞ്ഞു വന്നപ്പോഴേക്കും എനിക്കതിലുള്ള ഇൻട്രസ്റ്റും പോയി. അത്രയേ ഉള്ളൂ. ആ പ്ലോട്ടിന് എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടല്ല സർ. ഇതാ CKC മോഹൻദാസ് എന്ന് പറയുന്ന ഓഫീസറെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി പറയിപ്പിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ബിസിനസ് മുടക്കണം. 2 കോടിയല്ല, 2 രൂപ ആവശ്യപ്പെട്ടാൽ പോലും ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് CKCക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ഗൗതം. നമ്മുടെ ആ പഴയ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് കാണിച്ചുകൊണ്ട് തന്നെ ആ പറഞ്ഞ മോഹൻദാസുമായി സംസാരിക്കാം. സാറ് പറയുന്നത് ശരിയാ. ഒരിക്കൽ കൺസ്ട്രക്ഷന് വേണ്ടി അപ്രൂവൽ തന്ന പ്ലോട്ടിന് പിന്നെങ്ങനെയാണ് ഫിറ്റ്നസ് ഇല്ലാതെ പോകുന്നത്? എന്നിട്ടും അയാൾ റിപ്പോർട്ട് തരാൻ മടിച്ചാൽ നമുക്ക് ഈ രേഖകളെല്ലാം വെച്ച് കോടതിയിൽ സമീപിക്കാമല്ലോ. ഇതാ സാർ, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നോക്ക്, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ടെസ്റ്റ്, മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, pH ടെസ്റ്റ്, എല്ലാ ടെസ്റ്റുകളുടെയും ലബോറട്ടറി റിപ്പോർട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. ഇതാ നോക്കി. ഇതേ സർവേ നമ്പറിൽ എല്ലാം ഓക്കെ ആണെന്നാണല്ലോ തന്നിരിക്കുന്നത്. ഒരു സജഷൻ പോലും പറഞ്ഞിട്ടുമില്ല. ഈ റിപ്പോർട്ട് തന്നെ ധാരാളമാണ് സാർ. ഇത് വെച്ച് ആ മോഹൻ സാറിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഗൗതം, ഇതൊന്ന് നോക്കിയേ. ഈ റിപ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ? അതെന്ത് പറ്റി? ഇതിന് 3 വർഷത്തെ വാലിഡിറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ ഡേറ്റ് വെച്ച് നോക്കിയാൽ ഇപ്പോഴത് എക്സ്പയർ ആയി കഴിഞ്ഞു. 2 മാസം ഇപ്പൊ തന്നെ കഴിഞ്ഞു പോയിരിക്കുന്നു. കോടതി ചെന്നാൽ പോലും ഇതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൗതം? ചെയ്യാനൊന്നുമില്ല. 3 വർഷം കൊണ്ട് ആ ഭൂമിക്ക് മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ. കൈക്കൂലി വാങ്ങുന്ന ഒരു 100 ഓഫീസർമാരുണ്ടെങ്കിലും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെങ്കിലും കാണാതിരിക്കൂ.